ഹലോ ഫ്രണ്ട്സ്, നമ്മൾ യു കെയിലെ ഫാമിലിയായിട്ടൊക്കെ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. 2019 യു കെയിലെത്തിയ ഒരു ബ്രസീലിയൻ ഫാമിലിക്ക് സംഭവിച്ച അതിദാരുണമായിട്ടുള്ളൊരു പ്രശ്നമാണ്. കാരണം നമ്മൾ എല്ലാവരും ഇപ്പോൾ യു കെയിൽ എത്തിയിട്ടുള്ള നമ്മൾ ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരുടെ ഫാമിലിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. നമ്മൾ പല വീഡിയോകളും നമ്മൾ നേരത്തെ ഇവിടെ അവതരിപ്പിച്ചിട്ടുമുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ വന്നതിന് ശേഷം ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അതൊരു വലിയ വിഷയങ്ങളിലേക്ക് പോകും. ചിലപ്പോൾ അത് ഡിവോഴ്സിലേക്കൊക്കെ ചെന്ന് എത്താറുമുണ്ട്. അങ്ങനെ ഡിവോഴ്സ് ആയിട്ടുള്ള ധാരാളം ഫാമിലികളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പല വീഡിയോകളിലും ഇതേപോലുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. 2019 ബ്രസീലിൽ നിന്നും നമ്മൾ വന്നതുപോലൊക്കെ തന്നെ യു കെയിലേക്ക് ഒരു ഹസ്ബൻഡ് വൈഫ്, 2 കുട്ടികൾ, 8ഉം 11ഉം വയസ്സും മാത്രം പ്രായമുള്ള ലൂക്കായും അതുപോലെ തന്നെ 11 വയസ്സുകാരൻ ഗിൽഹാം എന്ന് പറയുന്ന 2 കുട്ടികളോടൊപ്പം NHS ഹോസ്പിറ്റലിൽ ഇപ്പോഴത്തെ സീനിയർ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഗൗവിയ, അവരുടെ ഭർത്താവായിരിക്കുന്ന എക്സിറ്റർ യൂണിവേഴ്സിറ്റിയിലെ സീനിയർ കമ്പ്യൂട്ടർ സയൻസ് ലെക്ചറർ ബർബോസ എന്ന് പറയുന്ന ആ ഒരു ഫാമിലിയിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഇവരുടെ ഒരു കാര്യം നമ്മൾ നോക്കുമ്പോൾ എക്സിറ്റർ യൂണിവേഴ്സിറ്റിയിലെ സീനിയർ ലെക്ചറർ എന്ന് പറയുന്നത് നല്ല വലിയൊരു പോസ്റ്റാണ്. അതേപോലെ തന്നെ NHS ഹോസ്പിറ്റലിലെ സീനിയർ നേഴ്സാണ് ഈ ഗൗവിയ എന്ന് പറയുന്ന ഇവരുടെ മദർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആകമാനം നോക്കുമ്പോൾ നല്ലൊരു ഫാമിലിയാണ്. പക്ഷേ ഇവർ 2019 യു കെയിൽ എത്തിയതിനു ശേഷം 2022 ആയപ്പോഴേക്കും ഇവരെന്തൊക്കെയോ കാരണങ്ങളാൽ ഡിവോഴ്സായി. 2019 എത്തിയ ബർബോസയ്ക്ക് 2024 ആയപ്പോഴേക്കും PR ലഭിച്ചു. 2022 ഈ ഗൗവിയ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന ഗൗവിയ NHS ഹോസ്പിറ്റലിൽ നിന്നും പുതിയ വർക്ക് പെർമിറ്റ് നേടി. നമുക്കറിയാമല്ലോ, ഇവിടെ ഒരു വർക്ക് പെർമിറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ 5 വർഷം കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് PR ലഭിക്കത്തുള്ളൂ. ഈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ, അതായത് ഡിവോഴ്സ് ചെയ്ത ഹസ്ബൻഡിന് 2024 PR ലഭിച്ചപ്പോൾ ഇവർ മറ്റൊരു വർക്ക് പെർമിറ്റിലേക്ക് 2022 മാറുകൊണ്ട് ഇവർക്ക് PR ലഭിച്ചില്ല. എന്നാൽ ഇപ്പോഴ് ഹോം ഓഫീസിൽ നിന്നും ഈ ഒരു 11 വയസ്സുകാരനെ അദ്ദേഹത്തിൻ്റെ മൂത്ത മകന് ഒരു ലെറ്റർ വന്നിരിക്കുന്നു. ആ ഒരു ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: ദി ലെറ്റർ വാണ്ട് ഗിൽഹാം ദാറ്റ് സ്റ്റേയിങ് ഇൻ ദി UK illegally could lead to him being detained, prosecuted, not being allowed to work or rent and having his driving license taken away from him. 11 വയസ്സുകാരനോട് ഇപ്പോൾ ഹോം ഓഫീസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഇനി എനിമോർ യു കെയിൽ താമസിക്കാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ താമസിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ 2 കുട്ടികളും UK വിടണമെന്നാണ്. നമ്മൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് UK വന്നിട്ടുള്ള ഒരാളാണ്. നമ്മളിവിടെ ഫാമിലി ആയിട്ട് വന്ന് നമ്മുടെ കുട്ടികളോടൊപ്പം സുഖമായിട്ട് ജീവിക്കുന്നു. അതിനുശേഷം പല കാരണങ്ങൾ കൊണ്ട് ഫാമിലി ലൈഫ് പ്രശ്നമായി, ഡിവോഴ്സായി. കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 വർഷമായിട്ട് UK പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഫ്രണ്ട്സായി, അവരിവിടമായിട്ട് അറ്റാച്ചായി. ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ആ ഒരു പ്രഷർ, ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ വന്നതിന് ശേഷം ഒരു ഡിവോഴ്സൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം ഈ ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങൾ അതേപടി പാലിക്കുന്ന ഒരു രാജ്യമാണ്. ഹോം ഓഫീസ് ഈ 11 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു കുട്ടിയോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇവിടെ നിൽക്കാനായിട്ട് പറ്റത്തില്ല, നിങ്ങൾ ബ്രസീലിലേക്ക് തിരിച്ചു പോകണമെന്നാണ്. ഹോം ഓഫീസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ബോത്ത് പേരൻസ് ഷുഡ് ബി ഗ്രാൻഡഡ് സെറ്റിൽമെന്റ് അറ്റ് ദി സെയിം ടൈം ഓർ ബി സെറ്റിൽഡ് ഓർ ബ്രിട്ടീഷ് സിറ്റിസൺ അൺലെസ് വൺ പേരന്റ് ഹാസ് sole responsibility for the upbringing of the children. ഹോം ഓഫീസിൻ്റെ ആ റൂൾസ് ആണ് അത്. ഇൻ എ refusal of permission to remain in the UK letter sent to 11-year-old Gilham, a Home Office official states, I am satisfied that there are no serious or compelling reasons to grant your settlement. അതായത് ഹോം ഓഫീസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇങ്ങനെ ഒരു ലെറ്റർ അയക്കുന്നുണ്ട്, എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഈ പേരൻസ് തമ്മിൽ തെറ്റിപ്പിരിഞ്ഞതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഏതെങ്കിലും ഒരു പേരൻ്റ് ആയിരിക്കും ഈ കുട്ടികളുടെ അവകാശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വിസ അടിക്കാനായിട്ട് ചിലപ്പോൾ ഹോം ഓഫീസിലേക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതേപോലെയുള്ള ലീഗലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു സോളിസിറ്ററിൻ്റെ ത്രൂവിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പോസിറ്റീവായിട്ടുള്ള ഒരു വിധി ഉണ്ടാകും. അതല്ല, നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവസാനം ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ UKയുടെ ഹോം ഓഫീസ് ഇത് റെഫ്യൂസ് ചെയ്തതിന് അവർ കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ദി ഹോം ഓഫീസ് said that the application made on behalf of the children was refused as it was the incorrect route. അതായത് അവർ ഈ ഒരു വിസ റെഫ്യൂസ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ,
ഒരു ഇൻകറക്റ്റ് റൂട്ടിൽ കൂടിയായിരുന്നു അതിനു വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തത്. അതുകൊണ്ടാണ് ഈ വിസ അവർ റിഫ്യൂസ് ചെയ്തത് എന്നാണ്. They said children have the opportunity to remain in the UK with their mother if they apply through the correct route. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു പക്ഷെങ്കിൽ അവരുടെ അമ്മയുടെ കൂടെ ഈ മക്കൾ നിൽക്കാനായിട്ട് ആ അമ്മ തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഹോം ഓഫീസിലേക്ക് വിസയ്ക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്തത്. പക്ഷെങ്കിൽ അവർ ഇനപ്രോപ്രിയേറ്റ് റൂട്ടിലാണ് അവർ ഇതിനു വേണ്ടിയുള്ള റിക്വസ്റ്റ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വിസ റിഫ്യൂസൽ ഉണ്ടായെന്നാണ് ഹോം ഓഫീസ് ഇപ്പോഴേ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുക. വൺസ് റിഫ്യൂസലൊക്കെ അടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും. ഈ കുട്ടികളുടെ മാതാപിതാക്കൾ രണ്ടുപേരും പറയുന്നുണ്ട് ഇവർ ബ്രസീലിലേക്ക് തിരിച്ചു പോയിക്കൊണ്ട് നമുക്കറിയില്ല. നമ്മൾ ഇവിടെ നിൽക്കുന്നു, നമ്മുടെ കുട്ടികൾ ഇനിയിപ്പോൾ കേരളത്തിലേക്ക് പോയി അവിടെ ചെല്ലുന്ന ആരാണ് അവരെ നോക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് അവരെ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇവിടെ വന്നിട്ട് ഒരു 5 വയസ്സ് 6 വയസ്സായപ്പോൾ വന്ന കുട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ലാംഗ്വേജ് ആയിട്ടുള്ള പോർച്ചുഗീസ് എല്ലാം മറന്നുപോയി കാണാം. അവർക്ക് പോർച്ചുഗീസ് അറിയത്തില്ല. ഇവിടെ വന്ന് ഇംഗ്ലീഷാണ് അവർ പഠിച്ചിട്ടുള്ളത്. അവർ ബ്രസീലിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഈ പോർച്ചുഗീസ് ഭാഷ അവർക്ക് അറിയത്തില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഹോം ഓഫീസിന് എതിരെ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇതൊന്നും ഹോം ഓഫീസിന് ഒരു കാരണമായിട്ട് അവർ തോന്നിയിട്ടില്ല എന്നാണ് അവർ ആ ഒരു ലെറ്ററിൽ പറയുന്നത്. ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ബ്രസീലിലേക്ക് കുട്ടികളെ അയച്ചിട്ട് അവിടെ ചെന്ന് ബ്രസീലിലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. അതായത് നമ്മളെ 2 കുട്ടികളെ കൊണ്ട് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഇവർ തമ്മിൽ അടിപിടി ഉണ്ടായി. അപ്പോൾ പല കാരണങ്ങളും ഉണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നങ്ങളിൽ നമ്മൾ ചാടിക്കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മൾ ആരും പോയി ചാടാതിരിക്കണം. നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ UK വന്നു കഴിഞ്ഞാൽ വീട്ടിലാകുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കാതെ നമ്മുടെ കുട്ടികളാണ്, നമുക്ക് മുന്നോട്ട് ജീവിച്ചു പോകണമെന്നുള്ള ആ ഒരു ധാരണയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എന്തായാലും പോകണം. കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഡിവോഴ്സ് ആകാനൊക്കെ വളരെ ഈസിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ മാറി താമസിക്കാനും ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ അടി ഉണ്ടാക്കാനും ഒരു പ്രശ്നമില്ല. പക്ഷേ അടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പോലീസിലൊക്കെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകുന്നുള്ള കാര്യം നമ്മൾ പല വീഡിയോകളിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രസീലിയൻ ഫാമിലിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവരെയും കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. ഹോം ഓഫീസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, കുട്ടികളുടെ കാര്യത്തിൽ സമർപ്പിച്ച അപേക്ഷ തെറ്റായ രീതിയിലായിരുന്നത് കൊണ്ടാണ് ഹോം ഓഫീസ് റിഫ്യൂസ് ചെയ്തത് എന്നാണ്. മാത്രമല്ല അവർ പറഞ്ഞിരിക്കുന്നത് ശരിയായ വഴിയിൽ കൂടി അപേക്ഷിക്കുന്ന ആ ഒരു മാതാവിന് അവരുടെ കുട്ടികളോടൊപ്പം UK താമസിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകില്ല എന്ന് കൂടി ഇതിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇവരെന്ന് പറഞ്ഞാൽ ബ്രസീലുകാരാണ്, അവർക്ക് പോർച്ചുഗീസ് ഭാഷയാണ് അവിടെ. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ പിള്ളേർക്ക് പോർച്ചുഗീസ് ഭാഷ അറിയത്തില്ല. അപ്പോൾ അതൊരു വലിയ വിഷയമായിട്ട് വരും. പക്ഷേ ഇതെല്ലാം വാദിച്ചു കഴിഞ്ഞപ്പോഴും ഈ ഒരു UK ഹോം ഓഫീസ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അപ്പം നമ്മളെല്ലാവരും തന്നെ ഇതേപോലൊക്കെ വളരെ കെയർഫുള്ളായിട്ടായിരിക്കണം. UK പോലൊക്കെയുള്ള ഒരു രാജ്യത്ത് നമ്മൾ ഇത്രയും നിയമം അനുശാസിക്കുന്ന ഒരു രാജ്യത്ത് ജീവിക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലൊക്കെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടാനായിട്ട് വലിയ കാലതാമസം ഒന്നും തന്നെ വരത്തില്ല. വളരെയധികം സൂക്ഷിക്കുക. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.